പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ദുബായ് കമ്പനിയായിട്ടുള്ള ടീകോമിൻ്റെ പിന്മാറ്റം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ പഴയ കാലം ഞാൻ ഓർക്കുകയാണ്. PS അച്യുതാനന്ദനിലൂടെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുമ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം പിന്നീട് സ്മാർട്ട് സിറ്റിയായി മാറിയ ഈ പ്രപ്പോസൽ ആദ്യമായി വരുന്നത്. അന്ന് കുഞ്ഞാലിക്കുട്ടി കൊണ്ടുവന്ന് ഒരു പ്രപ്പോസൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ കൊണ്ടിരുന്നു. വളരെയേറെ അപകടകരമായിട്ടുള്ള വകുപ്പുകളടങ്ങിയ ഇൻഫോ പാർക്ക് പോലും വിദേശ ദുബായ് കമ്പനിക്ക് കൊടുക്കുന്ന നിലയിലുള്ള ഒരു പദ്ധതിയായിരുന്നു. അതിനെതിരെ അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അതിലൊരു ഘട്ടത്തിൽ VS എന്നെ ചർച്ചയ്ക്ക് ഉമ്മൻചാണ്ടി വിളിക്കുന്നു. ഞാൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ VSനോടൊപ്പമുണ്ട്. വന്ന് ഞാൻ VSൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, VS പോകുമ്പോൾ ശ്രീമാൻ ജോസഫ് സി മാത്യുവിനെയും കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അത് അംഗീകരിച്ച് VS ആ ചർച്ചയ്ക്ക് പോയപ്പോൾ ജോസഫ് സി മാത്യുവിനെയും കൂടെ കൂട്ടി. ഇതിൻ്റെ കുഴപ്പങ്ങൾ ജോസഫ് അന്ന് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞത് എനിക്ക് ഓർക്കുന്നു. പിന്നീട് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവർക്ക് 12% സ്ഥലം ഫ്രീ ഹോൾഡ് അവർക്ക് എന്തും ചെയ്യാൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിവാദങ്ങളുണ്ടായി, നടക്കാതെ പോയി. അവസാനം VS വന്നു. VS മുഖ്യമന്ത്രിയായി. ഒട്ടേറെ സംസ്ഥാനത്തിന് അനുകൂലമായിട്ടുള്ള ഭേദഗതികളോടുകൂടി ആ എഗ്രിമെൻ്റ് 2007 ഒപ്പുവെച്ചു. ഇപ്പോഴത്തെ കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്കുള്ളിൽ ആ എഗ്രിമെൻറ്റിൽ പോലും ചില അപകടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ ഇപ്പോൾ പോകുന്നില്ല. എന്തായാലും 2011 ആണെന്നാണ് എൻ്റെ ഓർമ്മ അത് അവസാനമായി അത് ഒപ്പുവെച്ചത്. ഏതാണ്ട് 1500 കോടി രൂപയുടെ ഒരു നോളജ് സിറ്റി, ഒരു IT ഹബ്ബ് കൊച്ചിയിൽ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ടീകോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനവും സംസ്ഥാന സർക്കാരും ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, ആ വെഹിക്കിളാണ് അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞത്. 1500 കോടി രൂപയായിരുന്നു അതിൻ്റെ മുതൽ മുടക്ക്. അതിൻ്റെ വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല. എന്തായാലും 2011 ആരംഭിച്ച സ്മാർട്ട് സിറ്റി പദ്ധതി 2024 ആയപ്പോൾ ഒന്നും സംഭവിക്കാതെ അതിൽ നിന്ന് ടീകോം പിന്മാറിയെന്നും, ടീകോം പിന്മാറിയെങ്കിലും അവർക്കും നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ഉള്ള ചർച്ചകളാണ് ഇപ്പോൾ. അത് സംബന്ധിച്ച് തീരുമാനം ക്യാബിനറ്റ് എടുത്തു എന്നുമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ടീകോം ഇവിടെ വന്ന സമയത്ത് സ്മാർട്ട് സിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ബാജു ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ, ഇപ്പോൾ അയാൾ കേരളത്തിലെ ഏതോ ഒരു സ്ഥാപനത്തിൻ്റെ MD ആയിട്ടിരിക്കുകയാണ്. അയാളെയും കൂടെ ചേർത്തിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വാല്യുവേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് ഒക്കെ പോവുകയാണ്. ടീകോം ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പങ്കാളിയായ സമയത്ത് അവർ പറഞ്ഞത് 10 വർഷം കൊണ്ട് 90,000 തൊഴിലും 88 ലക്ഷം ചതുരശ്ര അടി സ്പേസും IT കമ്പനികൾക്കായിട്ടുള്ള സ്പേസും അവിടെ ഉണ്ടാക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. 10 വർഷത്തിന് ശേഷം അതുണ്ടാക്കും എന്നാണ് അവരന്ന് അവകാശപ്പെട്ടത്. പക്ഷേ അതൊന്നും അവകാശപ്പെടാതെ അവർ ഈ പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുന്നു. ഏകപക്ഷീയമായി അവർ പിന്മാറുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് 2007 ഏർപ്പെട്ട കരാറിൽ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും അതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായി അവർ പിന്മാറിപ്പോകുന്നു. അവർ പിന്മാറിപ്പോകുമ്പോൾ പക്ഷേ ആ പിന്മാറിപ്പോകുന്നവർക്ക് നഷ്ടപരിഹാരവും സർക്കാർ നൽകുന്നു. വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പിന്മാറ്റം, നഷ്ടപരിഹാരം, ബാജു ജോർജ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം, ഇതൊക്കെ വലിയ തോതിൽ വിവാദമായിട്ടുണ്ട്. ആ വിവാദങ്ങളിലേക്ക് എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടല്ല, ആ വിവാദം ഇപ്പോൾ വളരെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിവാദത്തിലേക്ക് പെടാനല്ല ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സ്വാഭാവികമായി ചർച്ചയിൽ വരേണ്ടതും എല്ലാവരുടെയും മുന്നിലുള്ളതും എന്നാൽ ഒരാൾ പോലും ചർച്ച ചെയ്യാത്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. ആ ഭാഗമാണെന്ന് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ ടീകോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ദുബായിൽ നിന്നുള്ള ഈ കമ്പനി ഉണ്ടല്ലോ,
ഈ കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് മുതൽ 2016-ലോ 2017-ലോ ഈ സ്മാർട്ട് സിറ്റി ആരംഭിക്കുന്നതുവരെ ആ പ്രവർത്തനങ്ങളിലൊക്കെ നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയെക്കുറിച്ച് ഏവർക്കും അറിയാമെങ്കിലും ആരും ആ വ്യക്തിയുടെ പേര് പറയാൻ തയ്യാറാവുന്നില്ല. അതാരാണ് ആ വ്യക്തി എന്നുള്ളതും അയാൾക്കിതിലുള്ള പങ്ക് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ ടീകോമിൻ്റെ എന്ന് പറഞ്ഞ കമ്പനിയെ ഇവിടെ കൊണ്ടുവന്നത് മുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പദ്ധതി ഇടയ്ക്ക് പ്രതിസന്ധിയിലായ സമയത്ത് ടീകോമുമായി ചർച്ച ചെയ്യാനായിട്ട് സർക്കാർ ഉൾപ്പെടെ ചുമതലപ്പെടുത്തി ദുബായ് അധികൃതരുമായി ചർച്ച ചെയ്യാനൊക്കെ സർക്കാർ ചുമതലപ്പെടുത്തുകയും ചെയ്ത ഒരു പ്രവാസി വ്യവസായിയുണ്ട്, മലയാളി. അദ്ദേഹത്തിൻ്റെ പേരാണ് MA യൂസഫ് അലി. അദ്ദേഹം ഈ സ്മാർട്ട് സിറ്റിയുടെ ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നോർക്ക റൂട്ട്സ് അതിൻ്റെ വൈസ് ചെയർമാനാണ്, ക്യാബിനറ്റ് പദവിയാണ്. ടീകോമുമായി പലപ്പോഴും പ്രതിസന്ധി ഉണ്ടായ സമയത്തൊക്കെ സർക്കാർ അദ്ദേഹത്തെയാണ് ടീകോമുമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയത്. സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടന സമയത്തൊക്കെ ഏറ്റവും വേദി നിറഞ്ഞു നിന്നിരുന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീമാൻ MA യൂസഫ് അലി. സുഹൃത്തുക്കളെ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി ഉണ്ടല്ലോ, ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ MA യൂസഫ് അലി എന്ന് പറയുന്ന പ്രവാസി വ്യവസായി ഏതു മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് എന്നാണ്. MA യൂസഫ് അലിക്ക് ഈ ടീകോം ഇവിടെ വന്നതിലുള്ള പങ്കിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. MA യൂസഫ് അലിയും ഈ സ്മാർട്ട് സിറ്റിയുടെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MA യൂസഫ് അലി ആയിരുന്നു ടീകോമും സർക്കാരും തമ്മിലുള്ള ചർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ മീഡിയേറ്ററായി ചുമതലപ്പെടുത്തിയത്. ആ MA യൂസഫ് അലി ഈ 2016 മുതൽ 2024 വരെയുള്ള ഈ 8 വർഷക്കാലത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ യൂസഫ് അലി എന്തു ചെയ്തു? ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ ഉൾപ്പെടെ വലിയ പങ്ക് വഹിച്ചിരുന്ന യൂസഫ് അലി കഴിഞ്ഞ 8 വർഷക്കാലം, 2016 മുതലുള്ള 8 വർഷക്കാലം ഈ പദ്ധതി നടപ്പിലാക്കാൻ, ഈ 1500 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കാൻ യൂസഫ് അലി എന്തു ചെയ്തു? അത് അറിയേണ്ടതല്ലേ? കാരണം 246 ഏക്കർ കണ്ണായ സ്ഥലം കൊച്ചിയിൽ ഈ പദ്ധതി തുടങ്ങാൻ വേണ്ടിയിട്ട് സർക്കാർ എടുത്ത് നൽകിയതാണ്. സർക്കാരിനെ കൊണ്ട് പറ്റുന്ന പോലുള്ള മുതൽ മുടക്കൊക്കെ അതിനകത്ത് നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അത് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ MA യൂസഫ് അലിക്കുള്ള അഭിപ്രായം എന്താ നമുക്കറിയണ്ടേ സുഹൃത്തുക്കളെ? ഇന്നിപ്പോൾ ഈ വിവാദം വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. MA യൂസഫ് അലി അതിനെക്കുറിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? MA യൂസഫ് അലി എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? അർത്ഥഗർഭമായിട്ടുള്ള മൗനമല്ലേ യൂസഫ് അലി പാലിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നും മിണ്ടുന്നില്ലല്ലോ യൂസഫ് അലി. പക്ഷേ ഒന്നും യൂസഫ് അലി മിണ്ടുന്നില്ലെങ്കിലും ഒരു സംഭവം ഈ ടീകോമിൻ്റെ പിന്മാറ്റം നടന്ന അതേ ദിവസങ്ങളിൽ തന്നെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വാർത്ത. എന്താണ് ആ വാർത്ത? ആ വാർത്ത ഞാനിനി ഒന്ന് വായിക്കാൻ പോവുകയാണ്. അതായത് ടീകോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ദുബായ് കമ്പനി ഉദ്ഘാടനം ചെയ്ത് 8 വർഷങ്ങൾക്ക് ശേഷം ഒരു ചുക്കും ചെയ്യാതെ തങ്ങളുടെ 1500 കോടി രൂപയുടെ നിക്ഷേപവും വേണ്ട എന്ന് വെച്ച് പിന്മാറി തിരിച്ചു പോകുന്ന ആ സമയത്തു തന്നെ വന്ന ഒരു വാർത്തയാണ് ഞാനിനി എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നത്. ആ വാർത്തയുടെ തലവാചകം ഇതാണ്: കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ ഉയരുന്നത് ലുലുവിൻ്റെ ഇരട്ടി IT ടവർ. ലോകത്തെ വമ്പൻ IT കമ്പനി അടക്കം വരും. 25,000 തൊഴിലവസരവും. അതായത് സ്മാർട്ട് സിറ്റി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ച 1500 കോടിയുടെ പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ച, അതിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ള, അതിൽ പ്രതിസന്ധി വരുമ്പോൾ പരിഹരിക്കാൻ വേണ്ടി ടീകോം കമ്പനിയുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ ആ യൂസഫ് അലിയുടെ സ്മാർട്ട് സിറ്റിക്കൊപ്പം മുതൽ മുടക്കുള്ള ഒരു പദ്ധതി, 25,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു പദ്ധതി,
ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രദേശത്ത് തന്നെ ടീകോം കമ്പനി ഒരു പൈസ പോലും മുതൽ മുടക്കാതെ പോകുമ്പോൾ അവിടെ വരുന്നു എന്നുള്ള വാർത്തയുടെ തലവാചകമാണ് ഞാൻ വായിച്ചത്. ഇനി എൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പോകാം. അതിങ്ങനെയാണ്. ലോക IT ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുമെന്ന് കരുതുന്ന കൊച്ചി കാക്കനാട്ടെ സ്മാർട്ട് സിറ്റി ടൗൺഷിപ്പ് പദ്ധതിയിൽ പ്രമുഖ വ്യവസായി MA യൂസഫ് അലി നയിക്കുന്ന ലുലു ഗ്രൂപ്പ് സജ്ജമാക്കുന്നത് IT കമ്പനികൾക്ക് പ്രവർത്തിക്കാവുന്ന വമ്പൻ ഇരട്ടി മന്ദിരങ്ങൾ. കേട്ടല്ലോ. അതായത് യൂസഫ് അലി തന്നെ ഇവിടെ കൊണ്ടുവന്ന ടീകോം എന്ന് പറയുന്ന 1500 കോടി രൂപയുടെ മുതൽ മുടക്കുള്ള ആ പദ്ധതി അവസാനിപ്പിച്ച് പോകുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ യൂസഫ് അലിയുടെ കമ്പനിയായിട്ടുള്ള ലുലു ഗ്രൂപ്പിൻ്റെ പേരിൽ വലിയ കമ്പനി അവിടെ വരുന്നു. ഇനി ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യാധിഷ്ഠിത IT മന്ദിരങ്ങളാണ് ലുലു IT ഇൻഫ്രാ ബിൽഡ് പ്രവർത്തന സജ്ജമാക്കുന്നത്. 1500 കോടി രൂപയാണ് നിക്ഷേപം. കേരളത്തിലുള്ള പുതുവത്സര സമ്മാനമായി 2025 ആദ്യ ഭാഗത്തിൽ മന്ദിരങ്ങളുടെ ഉദ്ഘാടനം നടക്കും. അപ്പോൾ ടീകോമിൻ്റെ 1500 കോടി രൂപയുടെ പദ്ധതി അങ്ങ് പോകുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ യൂസഫ് അലിയുടെ നേതൃത്വത്തിലുള്ള ലുലുവിൻ്റെ 1500 കോടി രൂപയുടെ ഒരു സമുച്ചയം പ്രവർത്തനം ആരംഭിക്കാൻ പോകും. ലുലു IT ഇൻഫ്രാ ബിൽഡ് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നേടിക്കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ 5 IT കമ്പനികളിൽ ഒന്നുൾപ്പെടെ രാജ്യാന്തര കമ്പനികളുടെ സാന്നിധ്യം തുടക്കം മുതൽ ഇരട്ട മന്ദിരങ്ങളിൽ ഉണ്ടാകുമെന്ന് ലുലു IT ഇൻഫ്രാ ബിൽഡ് ഡയറക്ടറും CEO-യുമായ അഭിലാഷ് വലിയ വളപ്പിൽ മനോരമ ഓൺലൈനോട് പറഞ്ഞു. നിലവിൽ 5-6 ലോകോത്തര കമ്പനികളുമായി ചർച്ച നടക്കുകയാണ്. അപ്പം കേരള ഗവൺമെൻറ്റും ടീകോമും കൂടെ ചേർന്നിട്ടുള്ള 1500 കോടി രൂപയുടെ ഒരു പദ്ധതി പോയാലെന്താ? ലുലുവിൻ്റെ 1500 കോടി രൂപയുടെ ഒരു പദ്ധതി ഇവിടെ വന്നു. മനസ്സിലായില്ലേ? അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അന്തർനാടകങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇനി എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. 153 മീറ്റർ ഉയരത്തിൽ 30 നിലകളിലായാണ് ലുലു IT ഇൻഫ്രാ ബിൽഡിൻ്റെ ഇരട്ട ടവർ. മൊത്തം 34 ലക്ഷം ചതുരശ്ര അടി. ഇതിൽ 25 ലക്ഷം ചതുരശ്ര അടിയാണ് കമ്പനികൾക്ക് പാട്ടത്തിന് നൽകുക. 25,000 പേർക്ക് ഒരേ സമയം ജോലി ചെയ്യാം. അപ്പോൾ 25 ലക്ഷം ചതുരശ്ര അടി കമ്പനികൾക്ക് നൽകും. 34 ലക്ഷം ചതുരശ്ര അടി ഉണ്ടാവും. 25,000 പേർക്ക് ജോലി നൽകും. ഇത് പക്ഷേ സംസ്ഥാന സർക്കാരും ടീകോം കൂടെ ചേർന്നിട്ടുള്ള സാധനമല്ല കേട്ടോ. ഇത് ലുലുവിൻ്റെ കമ്പനിയാണ്. ടീകോം എന്ന് പറഞ്ഞ കമ്പനി 10 വർഷം കൊണ്ട് 90,000 പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നും 88 ലക്ഷം ചതുരശ്ര അടി പിന്നെ കമ്പനികൾക്ക് പാട്ടത്തിന് നൽകുമെന്നും പറഞ്ഞെങ്കിൽ ശ്രീമാൻ MA യൂസഫ് അലിയുടെ കമ്പനി മാത്രം 25 ലക്ഷം ചതുരശ്ര അടി പാട്ടത്തിന് നൽകുകയും 25,000 പേർക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്യുകയാണ്. ഏതാണ്ട് ഈ പറഞ്ഞതുപോലെ 90,000-ൻ്റെ ഏതാണ്ട് ഒരു 3/4 വരും 25,000. കാർ പാർക്കിങ്ങിന് മാത്രം 2 നിലകൾ, 4,300 കാറുകൾ പാർക്ക് ചെയ്യാം. 3,000 കാറുകൾക്ക് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം. എന്നിട്ട് ആ വാർത്ത പറയുന്നത് IT-യിൽ കേരളത്തിൻ്റെ തിലകക്കുറിയാകും ഈ ലുലു IT ഇൻഫ്രാ ബിൽഡ്. ഇപ്പോൾ കേരള സർക്കാരും ടീകോമും കൂടെ ചേർന്നിട്ടുള്ള സംവിധാനം പോയെങ്കിലും ലുലുവിൻ്റെ ഒരു തിലകക്കുറി ഇവിടെ വരും. ഇവിടെ കേരളത്തിലേക്ക് ഇത് വരുന്നതിൻ്റെ നേട്ടങ്ങളാണ് പിന്നീട് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ലുലു ഇൻഫോ പാർക്കിൽ ഇപ്പോൾ തന്നെ ലുലുവിൻ്റെ സൈബർ ടവറുകളുണ്ട്. അവിടെ 10,000 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഒരു 13,000 പേരിലേക്ക് അത് ഉയരാൻ പോവുകയാണ്. ഈ ലുലുവിൻ്റെ ഇൻഫ്രാ ഇതിൽ പിന്നെ ഏതാണ്ട് 2,000 പേർക്ക് ഇരിക്കാനുള്ള ഫുഡ് കോർട്ട് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഇവിടെ വന്നപ്പോൾ അതിവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് യൂസഫ് അലിയാണ്. അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ യൂസഫ് അലി ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ തർക്കമുണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ദുബായ് അധികൃതരുമായി ചർച്ച ചെയ്തതെല്ലാം യൂസഫ് അലിയാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, നോർക്ക റൂട്ട്സിൻ്റെ വൈസ് ചെയർമാൻ ക്യാബിനറ്റ് പദവിയും കൂടി യൂസഫ് അലിക്കുണ്ടായിരുന്നു. അപ്പോൾ യൂസഫ് അലിയുടെ ഉത്തരവാദിത്വം എന്തായിരുന്നു സുഹൃത്തുക്കളെ? യൂസഫ് അലിയുടെ ഉത്തരവാദിത്വം ഈ ടീകോമുമായി ചേർന്ന് സ്മാർട്ട് സിറ്റി പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാകും എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നില്ലേ? അതായിരുന്നില്ലേ യൂസഫ് അലിയുടെ ഉത്തരവാദിത്വം? ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ
അമ്പെ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം പരാജയപ്പെടുകയോ ചെയ്ത യൂസുഫ് അലി ആ ടീകോം എന്ന് പറഞ്ഞ പദ്ധതി നിർത്തി പോകുമ്പോൾ മിണ്ടാതിരിക്കുകയും എന്നാൽ അതേ സ്ഥലത്തു തന്നെ ടീകോമും സംസ്ഥാന സർക്കാരും ചേർന്ന് ആരംഭിക്കാൻ പോയ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ അത്രയും തന്നെ മുതൽ മുടക്കുള്ള 1500 കോടി രൂപയുടെ സ്വന്തം പദ്ധതി, സ്വന്തം കമ്പനിയുടെ പദ്ധതി അവിടെ ആരംഭിക്കുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിനെന്താണ് നമ്മൾ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനത് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, അത് എൻ്റെ പ്രേക്ഷകർ തന്നെ പറയട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്ന് മാത്രമല്ല, നമ്മുടെ നിയമമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ടീകോമിൻ്റെ കമ്പനി പോകുമ്പോൾ 246 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാരിൻ്റെ ഇതിലേക്ക് വരികയാണ്. അത് IT കമ്പനികൾ തുടങ്ങാനുള്ള സർവ്വസജ്ജമായിട്ടുള്ള ഭൂമിയാണ്. ആ ഭൂമിയിലേക്ക് വരാൻ ഏതാണ്ട് 100ഓളം കമ്പനികൾ നിൽപ്പുണ്ട്. അതിലും ലുലു എന്ന് പറഞ്ഞ കമ്പനിയും ഉൾപ്പെടും എന്നും പി രാജീവ് എന്ന് പറഞ്ഞ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതായി ഏതോ വാർത്തയിൽ കേട്ടു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തെങ്കിലും ഗൂഢാലോചനകളുണ്ടോ? ആ ഗൂഢാലോചനയിൽ ഈ പറഞ്ഞതുപോലെ യൂസുഫ് അലിക്ക് പങ്കുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഉയരുക സ്വാഭാവികമാണ്. അതിൻ്റെ കാരണം യൂസുഫ് അലി തന്നെ നേതൃത്വമെടുത്ത് കൊണ്ടുവന്ന ടീകോം എന്ന് പറഞ്ഞ കമ്പനി, യൂസുഫ് അലി തന്നെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്ന സ്മാർട്ട് സിറ്റി കമ്പനി, ആ കമ്പനിയുമായി ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ അതേ യൂസുഫ് അലി ടീകോം എന്ന് പറഞ്ഞ കമ്പനി ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തുന്നില്ല എന്ന് മാത്രമല്ല, സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാകേണ്ട സ്ഥലത്ത് തൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വലിയ കമ്പനി ആരംഭിക്കുക കൂടി ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളതും അതിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്നുള്ളതുമൊക്കെ ജനങ്ങൾ തീരുമാനിക്കുക എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മൾ ഈ മോദി സർക്കാരുമായി ബന്ധപ്പെട്ട അദാനിയെക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യാറുണ്ടല്ലോ. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ കേരളത്തിലൊരു ചെറിയ അദാനിയായി ഈ പ്രവാസി വ്യവസായിയായിട്ടുള്ള യൂസുഫ് അലി മാറുകയാണോ എന്നുള്ള സംശയം എന്നെ അലട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചോളാം. എത്ര സ്ഥലങ്ങളിൽ ലുലു മാളുകൾ എല്ലാം 10,000-കണക്കിന് ജോലി ഒക്കെ നൽകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ എത്ര ജോലി നൽകി, എത്ര മുതൽ മുടക്ക് ഇവിടെ കൊണ്ടുവന്നു, അതോടൊപ്പം തന്നെ എത്ര 100 കോടി രൂപയുടെ നേട്ടം ഇവിടുന്ന് ഉണ്ടാക്കിയതിൻ്റെ കണക്കൊന്നും യൂസുഫ് അലി പുറത്ത് പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. യൂസുഫ് അലിയുടെ ഒരുപാട് മാളുകൾ ഇവിടെയുണ്ട്, മാളുകൾ പുതിയത് അദ്ദേഹം തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ ഡിസിസീവായിട്ടുള്ള ഷെയറുകളുണ്ട്. അദ്ദേഹത്തിന് കേരളത്തിലെ ഈ പറഞ്ഞതുപോലെ സ്വകാര്യ ബാങ്കുകളിലൊക്കെ തന്നെ ഓഹരി ഉടമാവകാശമുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന് നടത്തിക്കൂടെ? അദ്ദേഹം ഒരു വ്യവസായിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതേ കാരണങ്ങളൊക്കെ തന്നെയാണ് അദാനിയെക്കുറിച്ചിട്ട് BJP-ക്കാർ പറയുന്നതും. അയാളൊരു വ്യവസായിയല്ലേ, അയാൾക്ക് വളരാനുള്ള അവകാശമില്ലേ എന്നൊക്കെ BJP-ക്കാർ പറയുന്നതിന് സമാനമായിട്ട് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബഹുമത്താണോ യൂസുഫ് അലി എന്നുള്ളൊരു സംശയം ഞാനീ പറഞ്ഞ എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ച ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നെ തെറ്റ് പറയരുത്, എന്നെ കുറ്റപ്പെടുത്തരുത് എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ടീകോം എന്ന് പറയുന്ന കമ്പനി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് തുടങ്ങിയ ആ പദ്ധതി അവസാനിച്ച് അവർ പുറത്തേക്ക് പോകുമ്പോൾ പകരം പ്രവാസി വ്യവസായിയായിട്ടുള്ള യൂസുഫ് അലി ആരംഭിക്കുന്ന 1500 കോടി രൂപയുടെ ഒരു കച്ചവട സമുച്ചയം ഇവിടെ വരുന്നു എന്നുള്ളതാണ് എന്നെ അലട്ടുന്നത്. ഒരു വശത്ത് സംസ്ഥാന സർക്കാരും ടീകോമും കൂടെ ചേർന്നുകൊണ്ടായിരുന്നു അതെങ്കിൽ ആ സംവിധാനം ഇല്ലാതാകുമ്പോൾ അവിടേക്ക് കടന്നു വരുന്നത് ഒരു പ്രവാസി വ്യവസായിയുടെ സ്വന്തം മുതൽ മുടക്കിലുള്ള വലിയൊരു സംവിധാനമാണ് എന്നുള്ളത് നമ്മളെല്ലാവരെയും അസ്വസ്ഥരാക്കേണ്ട ഒരു വിഷയമാണ്. അത് എല്ലാവരുടെയും കൺമുന്നിലുള്ള വിഷയമാണ്. പക്ഷേ അതാരും ചർച്ച ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ചർച്ച ചെയ്യുന്നില്ല, ഒരു പൊതുപ്രവർത്തകരും ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കുറച്ചൊക്കെ റിസ്ക്കൊക്കെ എടുത്ത് ഞാൻ ഈ വിഷയം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുന്നത്.
കാരണം ശ്രീമാൻ യൂസുഫ് അലി എവിടെയോ ഒരു പത്രസമ്മേളനത്തിൽ വിദേശത്ത് ഗൾഫിലും കണ്ടുവച്ച് പറഞ്ഞിട്ടുണ്ട്, അതെനിക്കെതിരെ മാനനഷ്ടവും അതൊന്നും എനിക്ക് പ്രശ്നമല്ല, കാരണം എനിക്ക് 100 ചില്ലുവാനം പേരടങ്ങുന്ന ഒരു ലീഗൽ ടീമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നത് ഒരല്പം സൂക്ഷിച്ചു വേണം എന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ എന്നോട് ഉപദേശിക്കാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ നിശബ്ദനായിരിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ ചതി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്.